നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. മോഹൻലാൽ ആശുപത്രിയിൽ 5 ദിവസത്തെ നിർബന്ധിത വിശ്രമം വേണമെന്ന് നിർദ്ദേശം. ബൈക്ക് സ്റ്റാൻഡ് നടത്തിയ റീൽസ് ചിത്രീകരണം സഹികെട്ട് പാലത്തിൽ നിന്ന് ബൈക്കുകൾ താഴത്തേക്കെറിഞ്ഞ നാട്ടുകാർ. കേരള ടൂറിസത്തിന് ICRT ഗോൾഡ് അവാർഡ്. ബംഗാളിലെ ഡോക്ടറുടെ കൊലപാതകം സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. പരിസംഘത്തിൻ്റെ മർദ്ദനം പരിക്കേറ്റ KSRTC കണ്ടക്ടർ മരിച്ചു. ലണ്ടൻ കോളേജിന് ദേശീയ അംഗീകാരം. പി കൃഷ്ണപിള്ള ദിനാചരണം നാളെ. ഉത്തർപ്രദേശിൽ പിക്കപ്പ് വാനും ബസ്സും കൂട്ടിയിടിച്ച് അപകടം, 10 പേർ മരിച്ചു. മോഹൻലാൽ ആശുപത്രിയിൽ 5 ദിവസത്തെ നിർബന്ധിത വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പനിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് താരം. ആശുപത്രി അധികൃതരാണ് ചികിത്സാ വിവരം പുറത്തുവിട്ടത്. ശ്വാസകോശ സംബന്ധമായ അണുബാധയെന്നാണ് സംശയം. തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരോഗ്യം വീണ്ടെടുക്കുകയാണെന്ന് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ വൈറലാകാൻ ബൈക്ക് സ്റ്റണ്ട് നടത്തി റീൽസ് വീഡിയോ എടുത്ത യുവാക്കൾക്ക് വ്യത്യസ്തമായ രീതിയിൽ മറുപടിയുമായി നാട്ടുകാർ. ബംഗളൂരുവിലെ തുമക്കുരു ദേശീയപാതയിലെ മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് സ്റ്റണ്ട് നടത്തുകയും അതിന്റെ വീഡിയോ എടുക്കുകയും ചെയ്ത യുവാക്കളുടെ സ്കൂട്ടർ പാലത്തിന്റെ കൈവരിയിൽ നിന്ന് നാട്ടുകാർ താഴേക്കെറിഞ്ഞു. ഇതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. യാത്രക്കാരുടെയും കാൽനടയാത്രക്കാരുടെയും ജീവന് ഭീഷണി ഉയർത്തുന്ന രീതിയിലായിരുന്നു യുവാക്കളുടെ റീൽസ് ചിത്രീകരണമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ ദേഷ്യം വന്ന നാട്ടുകാരാണ് മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ താഴേക്കെറിഞ്ഞത്. ആർജിക്കർ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് DI ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ച് ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും. ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നതിനിടെ ഞായറാഴ്ച പകൽ 1:03 കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവം കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് സുപ്രീം കോടതി ഇടപെടൽ. ആഗസ്റ്റ് 9 പുലർച്ചെയാണ് രാജ്യത്തെ നടുക്കിയ കൊലപാതകം നടന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിഭാഗത്തിൽ PG ട്രെയിനിയായ 31കാരി വനിതാ ഡോക്ടറെയാണ് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നയായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം. ശരീരമാസകലം മുറിവേറ്റിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. തൃണമൂൽ പ്രവർത്തകനായ സിവിക് വളണ്ടിയർ സഞ്ജയ് റോയിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ രക്ഷിതാവും മറ്റുള്ളവരും നൽകിയ ഹർജി പരിഗണിച്ച് കൊൽക്കത്ത ഹൈക്കോടതി ആഗസ്റ്റ് 13 കേസ് CBIക്ക് വിട്ടു. കേസ് അന്വേഷണത്തിലെ വീഴ്ചകളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തരവ്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് DYFI ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് വടകര ബ്ലോക്ക് കമ്മിറ്റി. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് RS റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ ഇനാം നൽകുമെന്ന് വടകര ബ്ലോക്ക് കമ്മിറ്റി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. സംഭവത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും കുറ്റ്യാടി മുൻ MLAയുമായ പാറക്കൽ അബ്ദുള്ളയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം റിബേഷ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് റിബേഷ് ആണെന്ന തരത്തിൽ പാറക്കൽ അബ്ദുള്ള നവമാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയത്. IUML സംസ്ഥാന സെക്രട്ടറി എന്ന വിലാസത്തിലായിരുന്നു ലീഗ് നേതാവിന്റെ നവമാധ്യമങ്ങളിലെ പോസ്റ്റ്. കാഫിർ കേസ് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതും പ്രചരിപ്പിച്ചതും ഇടതു വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിൽ റിബേഷാണ് റെഡ് എൻകൗണ്ടേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചത് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. റെഡ് എൻകൗണ്ടർ എന്ന ഇടത് അനുകൂല വാട്സപ്പ് ഗ്രൂപ്പിൽ റിബേഷ് കെയർ ചെയ്ത പോസ്റ്റാണ് പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതെന്ന അനുമാനത്തിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിബേഷിന്റെ മൊഴിയെടുത്തെങ്കിലും പോസ്റ്റ് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് പറയാൻ തയ്യാറായില്ല. പോസ്റ്റ് സൃഷ്ടിച്ചത് റിബേഷ് ആണോ അതോ ഡൗൺലോഡ് ചെയ്തതാണോ എന്നറിയാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിലൊരാളായ P കൃഷ്ണപിള്ളയുടെ 76ാം ചരമവാർഷികം 19 CPI സംയുക്താഭിമുഖ്യത്തിൽ ആചരിക്കും. P കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലും തുടർന്ന് കണ്ണർകാട്ടെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടക്കും.
ഇരു കേന്ദ്രങ്ങളിലും ചേരുന്ന അനുസ്മരണ സമ്മേളനം CPIM PB അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 8-ന് വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കും. സമ്മേളനത്തിൽ CPIM ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് അധ്യക്ഷനാകും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യപ്രഭാഷണം നടത്തും. കണ്ണർകാട് രാവിലെ 9-ന് പുഷ്പാർച്ചന നടക്കും. അനുസ്മരണ സമ്മേളനത്തിൽ ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് KB ബിമൽ റോയ് അധ്യക്ഷനാകും. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാനത്താകെ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ലാ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി പ്രഭാതഭേരിയോടെ അനുസ്മരണം നടത്തും. ന്യൂസ് ഡെസ്ക് കസാദി മീഡിയ. 2024 ICRT ഗോൾഡ് അവാർഡിന് കേരള ടൂറിസം അർഹമായി. എംപ്ലോയിങ് ആൻഡ് ആപ്സ്കില്ലിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന കാറ്റഗറിയിൽ ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമായത്. ആഗസ്റ്റ് 30-31 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന കോൺഫറൻസിൽ അവാർഡ് വിതരണം ചെയ്യും. ജനകീയ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് തുടർന്നും എല്ലാവരുടെയും പിന്തുണയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അറിയിച്ചു. തുടർച്ചയായി 3-ാം തവണയാണ് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷന് ICRT ഗോൾഡ് അവാർഡ് ലഭിക്കുന്നത്. 2022-ൽ 4 ഗോൾഡ് അവാർഡുകൾ ലഭിച്ചിരുന്നു. 2023-ൽ 1 ഗോൾഡ് അവാർഡും ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കരസ്ഥമാക്കി. തുടർച്ചയായി 3 വർഷവും വിവിധ കാറ്റഗറികളിൽ ഗോൾഡ് അവാർഡ് നേടിയ രാജ്യത്തെ ഏക സർക്കാർ ഏജൻസിയായി ഉത്തരവാദിത്ത ടൂറിസം മിഷൻ മാറി. ഉത്തർപ്രദേശിൽ ബുധവ് മീററ്റ് സംസ്ഥാന പാതയിൽ പിക്കപ്പ് വാനും ബസ്സും കൂട്ടിയിടിച്ച് 10 മരണം. സേലംപൂരിലാണ് അപകടത്തിൽ 27 പേർക്ക് പരിക്കേറ്റു. ഗാസിയാബാദിൽ നിന്നും സംബാലിലേക്ക് പോയ പിക്കപ്പ് വാൻ സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ബുലന്ദ്ഷഹർ, മീററ്റ്, അലിഗർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വൻകുളത്ത് വയൽ സൗന്ദര്യവൽക്കരണം പ്രതിഷേധത്തിനിടെ അരിയാൽ മുറിച്ചു. വൻകുളത്ത് ടൗൺ 700 മീറ്റർ നീളത്തിൽ സൗന്ദര്യവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായി റോഡരികിലെ അരിയാൽ മരം മുറിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയിലാണ് മരം മുറി. വളപട്ടണം പോലീസ് എത്തി ചർച്ച നടത്തിയായിരുന്നു നടപടി. മരം മുറിക്കുന്നത് ചിങ്ങം 1-ന് കർഷക ദിനത്തിലായതിനാൽ നാട്ടുകാരിൽ ചിലർ പ്രതിഷേധിച്ചു. തുടർന്ന് BJP RSS പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും സ്ഥലത്തെത്തി മരം മുറിക്കുന്നത് തടഞ്ഞു. സംഭവം പറഞ്ഞ് CPM പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും എത്തിയതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗവുമായി സംസാരിച്ചു. റോഡ് വികസനത്തിന് മരം മുറിച്ച് മാറ്റണമെന്നും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്നും പോലീസ് പറഞ്ഞു. തുടർന്ന് പ്രതിഷേധിച്ചവർ പിരിഞ്ഞുപോയതിനെ തുടർന്ന് മരം മുറിച്ചു മാറ്റി. KV സുമേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സൗന്ദര്യവൽക്കരണത്തിന് 50 കോടി രൂപ അനുവദിച്ചിരുന്നു. റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള നടപ്പാത നവീകരിക്കൽ, അതിന്മേൽ ഹാൻഡ് റെയിൽ സ്ഥാപിക്കൽ, നടപ്പാതയ്ക്ക് റോഡിനും ഇടയിലുള്ള ഭാഗം സിമെൻറ്റിടൽ എന്നിവ 1-ാം ഘട്ടത്തിലും, ഹാൻഡ് റെയിലിന് മുകളിൽ പൂച്ചട്ടി സ്ഥാപിക്കൽ, അലങ്കാര വിളക്കുകൾ സ്ഥാപിക്കൽ എന്നിവ 2-ാം ഘട്ടത്തിലും ഒരുക്കുന്നുണ്ട്. അതിനിടെ റോഡരികിലുള്ള വൈദ്യുത തൂണുകൾ നടപ്പാതയുടെ അരികിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങി. നടപ്പാതയുടെ തൊട്ടാണ് കൂറ്റൻ അരിയാൽ മരമുള്ളത്. ഇത് പൂർണ്ണമായി മുറിക്കാതെ ഹാൻഡ് റെയിൽ വെക്കാനാവില്ലെന്നാണ് അധികൃതർ പറയുന്നത്. രൂക്ഷമായ പൊടിയും തിരമാല റോഡും പൊതുതെരുവിൽ നാളെ കടയടപ്പ് സമരം. രൂക്ഷമായ പൊടിയും തിരമാല റോഡും വ്യാപാരികളുടെയും പൊതുജനങ്ങളോടും അധികാരികൾ കാണിക്കുന്ന നിരുത്തരവാദ സമീപനത്തിൽ പ്രതിഷേധിച്ച് പൊതുതെരുവിലെ വ്യാപാരികൾ തിങ്കളാഴ്ച സമരം നടത്തും. പൊതുതെരുവിലെ ദേശീയപാതയിൽ നിയമവിരുദ്ധമായി നടത്തിയ ടാറിങ്ങും രൂക്ഷമായ പൊടിമഴ കാരണം വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. കച്ചവടക്കാരെയും മാരക രോഗങ്ങളാക്കുന്ന ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങളുടെ ജനവിരുദ്ധ നടപടിക്കെതിരാണ് പൊതുതെരുവിലെ വ്യാപാരികൾ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ സമരം നടത്താൻ തീരുമാനിച്ചത്. രൂക്ഷമായ പൊടിശല്യം കാരണം പൊതുതെരുവിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ വാങ്ങുവാൻ പൊതുജനങ്ങൾ എത്താതെ വ്യാപാരികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സ്ഥിതിയിലേക്ക് നീങ്ങിയാണ്. ഇതിന് ശാശ്വത പരിഹാരം അധികൃതർ ചെയ്യണമെന്ന് പൊതുതെരുവിലെ വ്യാപാരി വ്യവസായ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. പലിശ സംഘത്തിന്റെ മർദ്ദനമേറ്റ് പാലക്കാട് KSRTC കണ്ടക്ടർ മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുഴൽമന്നത്തെ നെടുന്തറ വീട്ടിൽ K മനോജാണ് 39 മരിച്ചത്. മർദ്ദനമേറ്റ് 9 ദിവസമായി ഇയാൾ ചികിത്സയിലായിരുന്നു. ആഗസ്റ്റ് 9-നായിരുന്നു മനോജിന് മർദ്ദനമേറ്റത്. കുളവൻമുക്കിലെ സാമ്പത്തിക ഇടപാടുകാർ പണം തിരിച്ചു കിട്ടാൻ വൈകി എന്ന് പറഞ്ഞ് മനോജിനെ ആക്രമിച്ചുവെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. മർദ്ദനമേറ്റ ദിവസം വൈകിട്ട് അവശനിലയിൽ സഹോദരി താമസിക്കുന്ന കൊടുവായൂരിലെ വാടക വീട്ടിലേക്ക് മനോജ് എത്തി. ഇവിടെ നിന്ന് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മനോജിനെ പ്രവേശിപ്പിക്കുകയായിരുന്നു.
മരണകാരണമായേക്കാവുന്ന നിരവധി പരിക്ക് മനോജിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പരിചരിച്ച ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 പട്ടികയിൽ 100-150 ബാൻഡിൽ ഇടം നേടി. ആഗോള വിദ്യാഭ്യാസ ഗുണനിലവാര സൂചകങ്ങൾ മുൻനിർത്തി കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ പങ്കെടുത്ത 3400ഓളം കോളേജുകളിൽ നിന്നാണ് ബ്രണ്ണന്റെ ഈ നേട്ടം. മുൻപ് നടന്ന നാക് പരിശോധനയിൽ A+ ഗ്രേഡ് നേടാനായതും കഴിഞ്ഞ 3 വർഷങ്ങളിലും NIRF റാങ്ക് പട്ടികയിൽ മികച്ച സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞതും ഉത്തര മലബാറിലെ ഏറ്റവും വലിയ കലാലയമായ ബ്രണ്ണന് നേട്ടമായി. ഭൗതിക, അക്കാദമികേതര ഗവേഷണ മേഖലകളിൽ വരും വർഷങ്ങളിലും മികച്ച പ്രവർത്തനം ആവർത്തിക്കാനുള്ള കൂട്ടായ പരിശ്രമം നടന്നുവരികയാണെന്നും ഇതിന് സർക്കാരിന്റെ വലിയ പിന്തുണയാണ് ലഭിച്ചു വരുന്നതെന്നും പ്രിൻസിപ്പൽ പ്രൊഫസർ ജെ വാസന്തി, PTA വൈസ് പ്രസിഡന്റ് AK ശ്രീജിത്ത്, NIRF കോർഡിനേറ്റർ KV ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. പയ്യന്നൂർ ക്രൈം സ്ക്വാഡിനെ ആദരിച്ചു. പയ്യന്നൂരിലെ വ്യാപാരികളുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തി കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായി സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ 25ഓളം വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടത്തി കടന്നുകളഞ്ഞ അന്തർ സംസ്ഥാന മോഷ്ടാവിനെ പിടികൂടിയ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലത IPS രൂപം നൽകിയ പയ്യന്നൂർ DYSP K വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡിനെ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ജുജു ഇന്റർനാഷണലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചേംബർ പ്രസിഡന്റ് KU വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലത IPS ആദരവും ഉപഹാര സമർപ്പണവും നടത്തി. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ASI ഷിജോ അഗസ്റ്റിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചിലത്ത്, AM അഷറഫ്, സിവിൽ പോലീസ് ഓഫീസർ AG അബ്ദുൽ ജബ്ബാർ എന്നിവർ ആദരവേറ്റുവാങ്ങി. ചേംബർ വർക്കിംഗ് പ്രസിഡന്റ് VP സുമിത്രൻ സദസ്സിനെ പരിചയപ്പെടുത്തി. MK തയ്യിൽ, KV രാജീവൻ, V നന്ദിനി, ഗീതാ രമേശൻ, KU വിജയൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. V നന്ദകുമാർ സ്വാഗതവും MK ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് 12,50,000 രൂപ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 2 ദിവസമായി നടത്താൻ നിശ്ചയിച്ച സംസ്ഥാന സമ്മേളനം 1 ദിവസമായി ചുരുക്കി മിച്ചം വന്ന തുകയും ജില്ലാ സംസ്ഥാന കമ്മിറ്റികളുടെ വിഹിതവും ചേർത്ത് 12,50,000 രൂപ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. ജനറൽ സെക്രട്ടറി K സന്തോഷ് കുമാർ മലപ്പട്ടം, പ്രസിഡന്റ് സജുകുമാർ P എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.